എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ് സൗജന്യമായിട്ട് ജാതകം നോക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ സൗജന്യമായിട്ട് നിങ്ങൾ ജാതകം നോക്കി നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വീഡിയോസിലൊക്കെ അതിനകത്ത് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ജാതകങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളെക്കുറിച്ച് ചെയ്ത് അങ്ങനെ ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ധൈര്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ജനന വർഷം, നമ്മൾ ജനിച്ച വർഷം. ഇപ്പോൾ 2001 ജനിച്ചെങ്കിൽ ആ 1 ഉള്ള ലാസ്റ്റത്തെ ആ 1 എന്നുള്ള സംഖ്യ വെച്ചിട്ടുള്ള നമ്മുടെ പൊതുഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണിക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഈ എന്ന വർഷത്തിൻ്റെ അവസാനം 0 നമ്പറിനെ കുറിച്ചിട്ടാണ് പറയാം. നിങ്ങൾ ഇപ്പോൾ നടക്കുന്നൊരു ഇതിനെക്കുറിച്ച് പറയാം. പൊതുവെയുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ നിങ്ങൾ സഹായിച്ചവർ പോലും നിങ്ങളങ്ങോട്ട് സഹായിച്ചവർ പോലും നിങ്ങളെ ഇങ്ങോട്ട് സഹായിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ നമുക്കൊരു ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കാത്തൊരവസ്ഥ, അതിന് വിപരീതമായിട്ട് നടക്കുന്നൊരവസ്ഥയാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് പോവുകയാണ് എന്നാണ് ഇതായിട്ട് പറയാനുള്ളത്. 0 അതായത് ഇപ്പം നമ്മൾ ജനിച്ച വർഷത്തിൻ്റെ അവസാനത്തെ അക്കം 4 അക്കം ഉണ്ടല്ലോ, 4 അക്കത്തിൽ അവസാനത്തെ 0 വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് 1 ജന്മവർഷത്തിൻ്റെ അവസാന അക്കം 1 കുടുംബസുഖം വേണ്ടവരും, പിന്നെ അതുപോലെ തന്നെ ശുചിത്വം, അതായത് വ്യക്തി ശുചിത്വമാണെങ്കിലും വീടും പരിസരം ക്ലീനായിട്ട് സൂക്ഷിക്കാനാണെങ്കിലും ഇവർ ഭയങ്കര ആഗ്രഹിക്കുന്നവരാണ്. കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർക്ക് ഏറ്റവും വീട്ടിലാർക്കെങ്കിലും അസുഖമൊക്കെ വന്നാൽ ആ രോഗിനേക്കാൾ കൂടുതൽ അവലാതി ഇവർക്കായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവും, വിവാഹമൊക്കെ നടക്കും. അതുപോലെ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി അങ്ങോട്ടുണ്ടാവുക. ഇനി അവസാനമൊക്കെ 2 പറയാം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള സുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനമൊക്കെ 3 പറയാം. ഇവരൊരു തൊട്ടാവാടികളായിരിക്കും. തൊട്ടാവാടിയുടെ പ്രകൃതമുള്ള സമുദായം. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് പേര് ചൂഷണം ചെയ്തിട്ടുണ്ടാകും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് സങ്കടമൊക്കെ ആയിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നവർ ദൈവം ചോദിക്കുമെന്ന് കരുതി പോകുന്നവരാണ് അവർ. വേറെ വഴക്കിനൊന്നും പോകാതെ പോകുന്നവരായിരിക്കും ഇവരുടെ സ്വഭാവം. ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ സ്വഭാവം നല്ലതാണ്. പയ്യെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി അവസാനമാക്കും 4 നമുക്ക് ധൈര്യം മൂലം ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ. അത് കാരണം ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കതുപോലെ 10 കിട്ടിയാൽ 20 ചിലവ്, അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണപ്പെടുക. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നൊരു കാലസമയമായിരിക്കും ഇനി അങ്ങോട്ട്. ഇനി അവസാനമൊക്കെ 5 പറയാം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഈ ക്ലാസ് 5 അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഒറ്റപ്പെടലും അനുഭവിക്കുന്നുണ്ടാവും. ഉടനെ തന്നെ ശക്തമായ ഒരു ബന്ധം നിങ്ങൾ ആരംഭിക്കും. ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് സർവ്വത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവും. ഇനി 6 അവസാന നമ്പറായിട്ടുള്ളവരെയാണ് പറയാം. ധനപരമായി ബന്ധപ്പെട്ട അസ്വസ്ഥത ആയിരിക്കും. മനസ്സ് മൊത്തം ആവലാതിയാണ് അതിനെക്കുറിച്ചിട്ട് വരുന്നത്. കുടുംബ പ്രശ്നങ്ങളൊക്കെ, അതുപോലെ തന്നെ ജോലി പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, പ്രണയബന്ധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുന്നു. ഇനി അങ്ങോട്ട് പരിഹാരം കാണാനായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ഈ അവസാനമൊക്കെ 7 പറയാം. സ്ഥിരമായിട്ടൊരു സുഹൃത്ത് ഇവർക്കില്ല. സുഹൃത്തായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ
കണ്ണിലെ കൃഷ്ണപണി പോലെ സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ കൊണ്ടുനടക്കും. സ്നേഹം പുറമേ അവർ പ്രകടിപ്പിക്കാറില്ല. എന്താഗ്രഹമായാലും നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇനി വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളതിനെ ആർക്കും തളർത്താനായിട്ട് സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ 8 അവസാനമൊക്കെ ആയിട്ടുള്ളവരാണ് പറയാം. ഗ്രഹത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നൊക്കെ സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില അപ്രതീക്ഷിത കാര്യങ്ങൾ നടന്നു വരുന്നു. ഇനി അങ്ങോട്ട് നല്ല സമയമൊക്കെ ആയിരിക്കും. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് വടക്കും ഭാഗത്ത് കരുനീലി മഠത്തിലെ അമ്മയുടെ സ്ഥലം മേടിക്കുന്നതിന് നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് സാധിക്കുന്ന രോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്നു, ദുരിതങ്ങൾ, പ്രണയ സാഫല്യം ഉണ്ടാകാൻ, വിവാഹം നടക്കാനൊക്കെ ഭഗവതിക്ക് നിങ്ങളാൽ കഴിയുന്ന 1 രൂപയെങ്കിലും അല്ലെങ്കിൽ 1 രൂപയോ 100 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സംഖ്യ അയച്ചു തന്നിട്ട് വാട്സാപ്പിൽ നിങ്ങളുടെ പേരും നാളും വീട്ടുപേരും എന്താണോ ആഗ്രഹം അതിനെക്കുറിച്ചൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവമുള്ളതിൻ്റെ വിളിച്ചതിലാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ഇനി അടുത്തത് 9 ആയിട്ടുള്ളവരെ കുറിച്ചിട്ടാണ് പറയാം. ദൈവിക ശക്തി അനുഭവിക്കുന്നവരാണ് ഇവർ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ പൈസയായിട്ട് കൊണ്ട് തരാനായിട്ട് ആ ദൈവത്തിൻ്റെ ഒരു ശക്തി ഇവരുടെ എപ്പോഴും ഉണ്ടാവും. ഏതെങ്കിലും രൂപത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. വിവാഹം, പ്രണയ സാഫല്യം, വീട് വയ്ക്കാനൊക്കെ, ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ സൗജന്യമായിട്ട് നമുക്ക് ജാതകം നോക്കി നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ദശാസന്ധി, അതനുസരിച്ചുള്ള ദോഷമാണെങ്കിൽ ആ ദോഷം പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. അതിന് യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വടക്കും ഭാഗത്ത് കരുനീലി മഠത്തിലെ അമ്മയുടെ ഇരിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം മേടിക്കാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗായ ദുരിതങ്ങൾ, ആപത്തുകളൊക്കെ മാറുന്നതിന്, പിന്നെ അതുപോലെ വീട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല, സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കും, അങ്ങനെയുള്ളവർക്കൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ഗൂഗിളിൽ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് വാട്സാപ്പിലേക്ക് നിങ്ങൾ പേരും നാളും വീട്ടുകാരും എന്താണ് ആവശ്യം എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.